വെൽക്കം ബാക്ക് ലവ് ഫുഡ് ട്രാവലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഡിറ്റിനോടൊപ്പം 5 മച്ചന്മാരും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അത് ചിക്കൻ 65 തന്നെ 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഇന്നൊരു ഈസി ആയിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ഒരു 65 നമ്മൾ ഈ കാറ്ററിങ്ങിലൊക്കെ കിട്ടണമല്ലേ, അതുപോലെ തന്നെ ഹോട്ടലൊക്കെ കിട്ടണ പോലെ അതേ നല്ല മുരിഞ്ഞിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കണ്ടില്ലേ, ചെറിയ ചെറിയ പീസാണ്. അതായത് ചില്ലിക്കെന്നോ അല്ലെങ്കിൽ 65-നുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കട്ട് ചെയ്ത് വരും. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമുള്ളത്, പിന്നെ മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, വിനീഗർ, കുറച്ച് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചാൽ മതി, ആണ് ശരിക്കും മണം കിട്ടുള്ളൂ. ശരിക്കും ജസ്റ്റ് ഒന്ന് നന്നായി ചതച്ചാൽ മതി. പിന്നെ പെരിഞ്ജീരകം, ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് അടുത്താണ്. അതുപോലെ തന്നെ 3 മുട്ട, കുറച്ച് അരിപ്പൊടി, ഒരു നുള്ള. ഇങ്ങനെ ഹോട്ടലിൽ നമ്മൾ അതുപോലെ കാറ്ററിങ്ങിലൊക്കെ നമ്മൾ ചിക്കൻ 65 കഴിച്ചിട്ടില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണേ. അത്രയും നല്ല റെഡിഷ് ആയിട്ടുള്ള കളറിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകാണ് ആവശ്യം, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മസാല ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇട്ടു, അതിൽ കുറച്ച് വിനീഗർ ഒഴിക്കുക. ഏകദേശം ഒരു 5-6 സ്പൂൺ വിനീഗർ ഒഴിക്കുക. അപ്പോഴാണ് ഉപ്പും വിനീഗറും തേക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പുളി, ഒരു ചെറിയ പുളി രസമൊക്കെ കിട്ടും. പെട്ടെന്ന് ഞാൻ കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. മുളക് പൊടി നിങ്ങളുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഇപ്പം എൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടാണ്. ഒരു 3 സ്പൂൺ ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എത്രയോ അത്ര ഇടാം. ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ വേറെ ആയിരിക്കും. ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചതച്ചത്, അത് ഏകദേശം ഒരു 2 വെളുത്തുള്ളിയും ഒരു 100 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. 2 സ്പൂണോളം ഗരം മസാല. നമ്മളിത് ചിക്കൻ ഒരു 2 കിലോൻ്റെ കോഴിയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടാം. ഇനി അതിലേക്ക് കുറച്ച് കളറാണ് നമ്മൾ ആഡ് ചെയ്യണേ. കാരണം ചിക്കൻ 65 കളറില്ല എന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. പണ്ട് ജിലേബിക്ക് കളറില്ലാത്തപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ജിലേബി കഴിക്കാനൊക്കെ. ഫുഡ് കളറാണ്. അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടിയും നമ്മൾ ചിക്കൻ മസാല പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഇട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഇട്ടാലാണ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
അരിപ്പൊടി ഇടണേ. ഇനി നമുക്ക് മുട്ട ഒഴിക്കാം. മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മുട്ടയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിലൊക്കെ അരിപ്പൊടിയും എല്ലാ മസാലകളും കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഒഴിക്കണേ. പെട്ടെന്ന് എന്താ പറയുക അടർന്ന് പോവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഒഴിച്ച് ചെയ്യണേ. അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. തണുത്താലും നമുക്ക് ഏകദേശം ഒരു ഇതിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. എനിക്ക് ഒന്നില്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റൊട്ടിയുടെ പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസാണ് യൂസ് ചെയ്തത്. അധികം ഇടണ്ട. ഏകദേശം എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം കൂടും. ബ്രെഡ് ക്രംസ് ആയാലും എന്താ പറയുക റൊട്ടി ആയാലും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ജസ്റ്റ് അത് മുകളിലൊന്ന് കോട്ടിങ് കിട്ടണ പോലെ മൊരിയുമ്പോൾ ഒരു നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ ഇട്ട് യൂസ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം നമുക്കൊരു എത്ര മണിക്കൂർ വെക്കണം അത്രയും നല്ലതാണ്. അപ്പോഴാണ് ശരിക്കും അതിൽ ഉപ്പും മുളകൊക്കെ കയറി പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറോ 2 മണി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. പിറ്റേ ദിവസമായാലും യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ തലേദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. 1 മണിക്കൂർ വേണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ എങ്ങനെ വെക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളൊരു മണിക്കൂറോളം വെക്കാം. ഇനി ചിക്കൻ ഓൾറെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കണേ. ചിക്കൻ ഓരോന്നായിട്ട് ഇടാം. ചിക്കൻ നമുക്ക് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ചിക്കൻ 65 ആണ് നമ്മൾ ചെയ്യണേ. ശരിക്കും കാറ്ററിങ് അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലിൽ 2 തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒന്ന് കോട്ടിങ് കുറവുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റോളം ഒന്ന് അടിഭാഗം വന്നു. ഇനി നമുക്കൊന്ന് മറിച്ചിട്ടു. കണ്ട അപ്പം എങ്ങനെയുണ്ട്? ഇതുപോലൊരു കളറാവണം. ഭയങ്കരമായിട്ട് മുരിയിക്കണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കീറിയതും ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. വേപ്പില, ഇത് നാടൻ കറിവേപ്പിലയാണ്. അപ്പം നാടൻ കറിവേപ്പിലയോട് ഇടുമ്പോൾ ആ ചിക്കൻ ശരിക്കും നല്ല സ്മെല്ലോട് കൂടിയിട്ട് ചിക്കൻ്റെ ഫ്ലേവർ തന്നെ മാറും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഇട്ടപ്പനെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ 5 മിനിറ്റോളം വെച്ചാൽ മതി. എന്നിട്ട് അപ്പനെ കോരി മാറ്റാം പാനിലേക്ക്. ചിലവർ ഇതിൻ്റെ മുകളിൽ ചാട്ട് മസാലയൊക്കെ ഇടും. നമുക്ക് നാടൻ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. വെളിച്ചെണ്ണയിൽ ചെയ്യണവരുണ്ട്, സാധാ പാം ഓയിൽ യൂസ് ചെയ്യണവരുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. ഏകദേശം ഇങ്ങനെ കണ്ട കളറ് വല്ലാണ്ട് ഭയങ്കരമായിട്ട് മുരിയിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് അതേ ടോപ്പിക്ക് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് ശരിക്കും കാറ്ററിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലാണ്. നിങ്ങൾക്ക് എന്താ പറയുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അവിടെ നമ്മൾ പുറത്തുനിന്ന് കളറ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആ ജിഞ്ചറിൻ്റെ ആ ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ്
ശരിക്കും ഉണ്ട്. അതുപോലെ പെരിഞ്ചീരകം കടിക്കുമ്പോഴതാണ് അടിപൊളി ഫീലാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് മീ ഡിറ്റോടൊപ്പം 5 മച്ചന്മാരും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് അടുത്ത് കാണാം. ഓക്കെ, ബൈ.